ഇതിൽ എഡിറ്റോറിയൽ ബോർഡിൽ, അതായത് വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റോറിയൽ ബോർഡുമായി വലിയ തർക്കമുണ്ടായി എന്ന് അരുൺ സൂചിപ്പിച്ചുവല്ലോ. ഇതിപ്പോൾ VSന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള കവർ സ്റ്റോറി വരുന്ന അതേ വാരാന്ത്യ പതിപ്പിൽ തന്നെ ഇത്തരമൊരു ലേഖനവും വന്നാൽ അത് സ്വാഭാവികമായും ചർച്ചയാകും. അത് വലിയ രീതിയിലുള്ള ട്രോളുകളിലേക്കൊക്കെ നയിക്കുമെന്നൊരു സാഹചര്യമുണ്ട്. അത് ബോധ്യമാകാതിരിക്കില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഈ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റോറിയൽ ഹെഡ് KR അജയൻ അത്തരമൊരു നിലപാട് എടുത്തത് എന്തുകൊണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാകും അത് ബോധ്യമാകാതെ പോകുന്നത് അദ്ദേഹത്തിന്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ വഴിവെക്കുന്ന ഒരു ഇത് ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഉൾക്കൊള്ളാതെ പോയത്? സ്വാഭാവികമായി അദ്ദേഹം എഡിറ്റർ എന്ന തന്റെ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ, പത്രാധിപർ എന്ന അതിന്റെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചതാകാം. അദ്ദേഹത്തിന് ശരിയെന്തോ നിലപാട് അദ്ദേഹം സ്വീകരിച്ചതാകാം. അത് അദ്ദേഹം തന്നെ വിശദീകരണം നൽകേണ്ടതാണ്. ഏതായാലും CPM മുഖപത്രമാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് പത്രത്തിന്റെ എഡിറ്റർ. അതുകൊണ്ട് തന്നെ അവിടെ CPM വളരെ നിയന്ത്രണമുള്ള ഒരു സ്ഥാപനം, അവിടെ സ്വാഭാവികമായും വിജയൻ എന്ന പേരിൽ കള്ളൻ കൂടി ചേർത്ത് വരുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ അതെങ്ങനെ തെറ്റായി ആഘോഷിക്കപ്പെടുമെന്ന CPM നേതൃത്വം തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ബോർഡ് തിരിച്ചറിഞ്ഞു. അത് ഉൾക്കൊള്ളാൻ എഡിറ്റർ കഴിയാതെ പോയി. അതുതന്നെയാണ് ഈ പ്രശ്നങ്ങൾ കാരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ നിലപാടോട് വിശദീകരിച്ചു. എന്നാൽ എഡിറ്റോറിയൽ ബോർഡിന്റെ അന്തിമ തീരുമാനം അതായിരുന്നില്ല. ആ തലക്കെട്ട് ഒഴിവാക്കിയേ പോകാൻ കഴിയൂ. ലേഖനത്തിൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത് കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും തലക്കെട്ട് ഏതായാലും അനുവദിക്കാനായ നിലപാടെടുത്തു. അത് തർക്കമുണ്ടാവുകയും എങ്കിൽ വാരാന്ത്യ പതിപ്പ് തന്നെ വേണ്ട എന്ന് വയ്ക്കേണ്ട തീരുമാനത്തിലേക്ക് ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡ് എത്തുകയും ചെയ്തു. അവിടെ നഷ്ടമുണ്ടാകുന്നത് VS അച്യുതാനന്ദനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ. അരുൺ, ഇവിടെ ഇപ്പോ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്, നോക്കൂ, മറ്റൊരു ലേഖനത്തിന്റെ ഹെഡ്ലൈൻ അത് തെറ്റിദ്ധരിക്കപ്പെടും എന്ന ജാഗ്രത എഡിറ്റോറിയൽ ബോർഡിനുണ്ടാകുന്നു. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു വാരാന്ത്യ പതിപ്പ് വേണ്ട എന്ന് വെക്കുമ്പോൾ, അതും VSന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ കവർ സ്റ്റോറി ഉൾപ്പെടുത്തി ഉള്ള വാരാന്ത്യ പതിപ്പ് വേണ്ടാന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സ്, അതായത് ചർച്ചകൾ, വിമർശനങ്ങൾ, അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നു. അതുണ്ടാക്കുന്ന അനാദരവ്, VS എന്ന വ്യക്തിയോടുണ്ടാക്കുന്ന അനാദരവും എഡിറ്റോറിയൽ ബോർഡ് കാണാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതാണിപ്പോൾ ഏറ്റവും വലിയ വിമർശനത്തിന് വിധേയമായിട്ടുള്ളതും. ഈ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നത് ബോധ്യമില്ലാത്തത് കൊണ്ടല്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ വലുതായി ഉണ്ടാകാൻ പോകുന്ന ട്രോൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പേരിൽ അവിടെ വരുന്ന തലക്കെട്ട് അവരെ അസ്വസ്ഥപ്പെടുത്തിയത് കൊണ്ടായിരിക്കും ഇല്ലേ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ പോയത്? തീർച്ചയായിട്ടും എഡിറ്റോറിയൽ ബോർഡിന്റെ ആ തീരുമാനത്തെയും അവരുടെ ആ നിലപാടിനെയും അങ്ങനെ തള്ളിക്കളയാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല. കാരണം സ്വാഭാവികമാണ്, ദേശാഭിമാനത്തിന്റെ അത്തരം തലക്കെട്ട് വന്നാൽ അത് ഏത് രീതിയിൽ പാർട്ടി ശത്രുക്കൾ എന്നവർ പറയുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന കാര്യം വളരെ പ്രസക്തമാകുന്നത് തന്നെയാണ്. അവിടെ പക്ഷേ ഒന്നുകിൽ ലേഖനം ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ലേഖനം മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ തലക്കെട്ട് തന്നെ ഒഴിവാക്കിക്കൊണ്ട് എഡിറ്റോറിയൽ ബോർഡിന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിന് എഡിറ്റർ അനുമതി നൽകിയില്ല. നമുക്ക് വാരാന്ത്യ പതിപ്പിന് എഡിറ്റർ അനുമതി നൽകിയില്ല. നമുക്കറിയാം, ഒരു വിഭാഗത്തിന്റെ എഡിറ്റർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അത് പ്രിന്റ് ചെയ്യാൻ കഴിയില്ല. അത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് വേറെ കട നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരുമായിരുന്നു ദേശാഭിമാനിക്ക്. പക്ഷെ അതുണ്ടാകുന്നതിന് പകരം അത് തന്നെ വേണ്ടെന്ന് വെച്ചു. അവിടെ സ്വാഭാവികമായും രേണുക സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു പ്രശ്നം വലിയൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. VSന്റെ അനുസ്മരണമില്ലാതെ ഒരു വാരാന്ത്യ പതിപ്പ് ഇറങ്ങുന്നു. അതും CPMന്റെ സംസ്ഥാന സെക്രട്ടറി സമുചിതമായി VS അച്യുതാനന്ദന്റെ ചരമദിനം ആചരിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ അത് ദേശാഭിമാനിക്ക് കഴിയാതെ പോകുന്നു. സ്വാഭാവികമായും അടുത്ത ദിവസം തിങ്കളാഴ്ചയും ഒക്കെ ബാക്കിയുണ്ട്. ചൊവ്വാഴ്ച വേണമെങ്കിൽ സപ്ലിമെന്റ് അല്ലെങ്കിൽ തിങ്കളാഴ്ച സപ്ലിമെന്റൊക്കെ പുറത്തിറക്കാം. അപ്പോഴും ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് എഡിറ്റോറിയൽ ബോർഡ് തർക്കം കാരണം ഇത്തരമൊരു വിവാദത്തിലേക്ക് ഇപ്പോൾ മാറുന്നത്. ഇതിപ്പോൾ അരുൺ, നമ്മൾ ഒരു ലേഖനം അത് തയ്യാറാക്കി അതിനൊരു ഹെഡ്ലൈൻ കൊടുത്തു, അത് മാറ്റുക എന്നത് ഒരു പക്ഷേ ഈ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റോറിയൽ ഹെഡ് എടുത്ത നിലപാട് അത് കൃത്യമായിരിക്കാം. പക്ഷേ നമുക്കറിയാമല്ലോ പത്രസ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. വേണമെങ്കിൽ മറ്റൊരു ലേഖനം ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാമായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പുലർച്ചെ നടക്കുന്ന വേൾഡ് കപ്പിന്റെ റിസൾട്ട് ഉൾപ്പെടെ വരുന്ന പത്രങ്ങൾ നമ്മൾ കാണുകയാണല്ലോ. അപ്പോൾ
അങ്ങനെയൊക്കെയുള്ള സാഹചര്യം പകരം ആ സ്ഥലം ഫില്ല് ചെയ്യാൻ ഏതെങ്കിലും കരുതൽ ലേഖനങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? അപ്പോൾ ഇത് ഈ നിലയിൽ അതിൻ്റെ പ്രാധാന്യം കുറച്ചു കണ്ടു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് സംഭവിച്ചത് അത്തരം കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇത് പ്രിന്റ് ചെയ്തതിനു ശേഷമാണ്. പ്രിന്റ് ചെയ്താൽ പോലും ദേശാഭിമാനിക്ക് സ്വന്തമായി തിരുവനന്തപുരത്ത് തന്നെ പ്രസ്സുള്ള സ്ഥാപനമാണ്. മറ്റിടങ്ങളിലും ദേശാഭിമാനിക്ക് ഏതാണ്ട് എല്ലാ ജില്ലകളിലും എഡിഷനൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പത്ര സ്ഥാപനമാണ് ദേശാഭിമാനി. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത്തരം ചിന്തകളിലേക്ക് കടക്കുമായിരുന്നിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ലേഖനം ഒഴിവാക്കാൻ എഡിറ്റർ തയ്യാറായില്ലെങ്കിൽ പോലും മറ്റു വഴികളിലൂടെ VS-ന്റെ അനുസ്മരണം ഉൾക്കൊള്ളുന്ന ലേഖനം വാരാന്ത പതിപ്പ് ഇറക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടത്തിലുള്ള തർക്കം തന്നെയാണ് പ്രധാന കാരണം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നത് VS അച്യുതാനന്ദന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ എന്തോ പിശകുണ്ട്. അതൊരു കാരണവശാലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. കാരണം VS-ന്റെ ജീവചരിത്രം എഴുതിയ ആൾ KV സുധാകരനാണ്. ദീർഘനാൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചയാളാണ്. ദേശാഭിമാനിയിൽ പതിറ്റാണ്ടുകളോളം പത്രപ്രവർത്തനായിരുന്ന ആളാണ്. അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ VS-ന്റെ ജീവചരിത്രം അത്തരത്തിൽ ഒരു വിവാദ പരാമർശങ്ങളും നമുക്കറിയാം. VS-ന്റെ ചരിത്രം വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സത്യസന്ധമായി എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഉൾപ്പെട്ട വിവാദങ്ങൾ, പാർട്ടിയുമായുള്ള തർക്കം, ഏറ്റുമുട്ടൽ, വിഭാഗീയതര കാലം, പിണറായി വിജയനോടുള്ള വൈരം, അടുത്ത ബന്ധം, പിന്നീട് അത് വൈരമായി മാറുന്നതുമൊക്കെ VS-ന്റെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഏട് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സേഫാണ്, സുരക്ഷിതമായ ഒരു ജീവചരിത്രമാണ് VS-ന്റേതായി KV സുധാകരൻ എഴുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള വിവാദവും ഈ ലേഖനത്തിനും കടന്നു വരാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആ ലേഖനമല്ല പ്രശ്നം, മറ്റൊരു ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെയാണ്. ഈ നാടക പ്രവർത്തകൻ വിജയനെ കുറിച്ചുള്ള ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെയാണ് പ്രശ്നമായത്. അതുതന്നെയാണ് തർക്കങ്ങൾക്ക് ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് VS-ന്റെ അനുസ്മരണ ദിനത്തിന് 2 ദിവസം മുമ്പുള്ള വാരാന്ത പതിപ്പിൽ VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ലേഖനം ഇടം പിടിക്കാതെ പോയത്. അത് ഒരു കുറവായി തന്നെ നിൽക്കുകയും ചെയ്യും. എങ്ങനെയാണ് CPM ദേശാഭിമാനി ഇത് വിശദീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും ഇനി 2 ദിവസം കൂടിയുണ്ട് VS-ന്റെ ആദ്യ ചരമ വാർഷികത്തിന്. അതിനിടയിൽ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ സപ്ലിമെന്റ് ആയെങ്കിലും വാരാന്ത്യവും ആദ്യവും ഒന്നും ഇനി ഇറക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. വാരാന്ത്യം എന്നാണ് ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെന്റിന്റെ പേര്. അതുകൊണ്ട് തന്നെ ഇനി അത് ഇറക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റു തരത്തിലേക്ക് വേണമെങ്കിൽ ഒരു VS-നെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള VS-നെ കുറിച്ച് ഓർമ്മകളൊക്കെ ഉള്ള ഒരു സപ്ലിമെന്റായി വേണമെങ്കിൽ പുറത്തിറക്കാം. അതിന് CPM തയ്യാറാകുമോ എന്നറിയണം. ഏതായാലും ഇത് പാർട്ടി നടപടിയിലേക്കൊക്കെ കടക്കാനിടയുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം പാർട്ടിയുടെ കണക്കിൽ ഇത് വലിയൊരു വീഴ്ചയാണ്, ഒരു അച്ചടക്ക ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ അതിലൂടെ VS എന്ന നേതാവിന് ലഭിക്കേണ്ട ആദരം കൂടിയാണ് ഇല്ലാതായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് VS-നെ കുറിച്ച് 1ാം വാർഷികത്തിൽ വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ് നഷ്ടമായിരിക്കുന്നത്. സ്വാഭാവികമായും അത് CPM സംഘടനാപരമായി കൂടി കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയമാണെന്ന് ഉറപ്പാണ്. VS-ന് ലഭിക്കേണ്ടുന്ന ആദരം ഒഴിവായി എന്ന് പറയുമ്പോൾ അതൊരു അനാദരവായി തന്നെ മാറുകയാണ്. ആ നിലയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അച്ചടിച്ച വാരാന്ത്യ പതിപ്പ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ആ നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് CPM-ന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല, അതിന് പുറത്തേക്കും രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. VS-നെ ഇപ്പോൾ അനുസ്മരണക്കുറിപ്പിലും വെട്ടിനിരത്തിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യും. പക്ഷേ അത് എന്തായാൽ തന്നെയും പക്ഷേ പിണറായി വിജയന്റെ പേരിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന തീരുമാനത്തിലേക്ക് ദേശാഭിമാനി എത്തിയെന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും അത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അച്ചടിച്ചതിന് ശേഷം അതിന്റെ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം.